ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. ആഡംബരം, പ്രണയം, ഭൗതിക സുഖ സൗകര്യങ്ങൾ എന്നിവയുടെ കാരകനായിട്ടാണ് ശുക്രനെ വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, ധാരാളം ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹവും കൂടെയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റങ്ങൾ അത്രയധികം പ്രാധാന്യത്തോടു കൂടെയാണ് ജ്യോതിഷത്തിൽ നോക്കിക്കാണുന്നത്. നിലവിൽ ശുക്രൻ കർക്കിടകം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. 2026 ജൂലൈ 4-ാം തീയതി 7:14 PM ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2026 ഓഗസ്റ്റ് 1 വരെ ശുക്രൻ ചിങ്ങം രാശിയിൽ തുടരുന്നതായിരിക്കും. ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യന്റെ രാശിയും കൂടെയാണ്. ശുക്രന്റെ ഈ ഒരു രാശിമാറ്റം എല്ലാ വ്യക്തികളെയും പലവിധത്തിൽ സ്വാധീനിക്കുമെങ്കിലും ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ജീവിതമായിരിക്കും ലഭ്യമാകാൻ പോകുന്നത്. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടബാധ്യതകളും തടസ്സങ്ങളും ദുരിതങ്ങളും തീരും. പണം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ഇപ്രകാരം ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ രാജകീയ ജീവിതം ലഭിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനനതീയതി അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സൗഭാഗ്യങ്ങൾ ഈ സമയം നിങ്ങളെ തേടി വരും. പ്രത്യേകിച്ചും തൊഴിൽ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കും. അതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭ്യമാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂ, പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ധനം അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. പ്രണയിക്കുന്നവർക്ക് പൊതുവെ നല്ല സമയമാണ്. പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരും. കുടുംബ ബന്ധങ്ങൾക്കിടയിലും സമാധാനം നിറഞ്ഞു നിൽക്കും. ആരോഗ്യവും മെച്ചപ്പെടുന്നതാണ്. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കും. ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ചേർന്ന് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 4-ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. സുഖഭാവമാണ്. മാത്രവുമല്ല, ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ഈ സമയം തീർച്ചയായും വർധനവ് വന്നു ചേരും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ്. തൊഴിൽപരമായിട്ടും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടും. ആരോഗ്യകാര്യങ്ങളും മെച്ചപ്പെടും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ അവയൊക്കെ മാറി പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭൗതിക സുഖ സൗകര്യങ്ങളിൽ വർധന ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ധാരാളം പണം ചെലവഴിക്കേണ്ട അവസരങ്ങളും വന്നു ചേർന്നേക്കാം. പൊതുവെ എല്ലാ തരത്തിലും അവസാന 15 നാഴിക പൂയം ആയില്യം ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 2-ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ധനസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വൻ സാമ്പത്തിക അഭിവൃദ്ധികൾ നിങ്ങളെ തേടി വരും. നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ കൈകളിൽ എത്തിച്ചേരും. ബാങ്ക് വായ്പകൾക്കൊക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിലും അവയൊക്കെ നടന്നു കിട്ടുന്നതാണ്. ആഡംബര വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായിട്ടും ധാരാളം പണം ചിലവഴിക്കേണ്ട അവസരങ്ങൾ വന്നു ചേരും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നടന്നു കിട്ടും. നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പല ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ ബിസിനസ് വൻ വിജയമായി തീരുന്നതാണ്. പുതിയതായി ബിസിനസ് തുടങ്ങാനായി പരിശ്രമിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭ്യമാകും.
പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ പാദം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ അനുഗ്രഹത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും ലഭ്യമാവുക. കാരണം ലഗ്നഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീർത്തിയും സമ്പത്തും ഐശ്വര്യവുമൊക്കെ ഈ സമയം ലഭ്യമാകും. സമൂഹത്തിൽ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും ലഭിക്കുന്നതാണ്. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ്. തുലാം കൂറ് ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ 45 നാഴിക ചേർന്ന് തുലാം കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 11ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. സർവാഭീഷ്ട സ്ഥാനമായിട്ടാണ് പറയുന്നത്. അതായത് എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും ഈ സമയം നേടിയെടുക്കാൻ സാധിക്കുമെന്നർത്ഥം. അതോടൊപ്പം തന്നെ ലാഭസ്ഥാനവും കൂടെയാണ്. തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു കാലഘട്ടവും കൂടെയായിരിക്കും. തൊഴിൽ, ബിസിനസ് മേഖലകളിലൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും. അപ്രതീക്ഷിത ധന പുരോഗതികളിലൂടെ ജീവിത നിലവാരം തന്നെ മാറിമറിയും. വിദേശയാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നടന്നു കിട്ടും. നിലവിൽ കടബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. കുടുംബ ബന്ധങ്ങൾക്കിടയിലും സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും. പുതിയ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ അനുഗ്രഹത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഭാഗ്യസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. നിലവിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ്. സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും. പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. പണം അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ജീവിത നിലവാരവും ഉയരുന്നതാണ്. ആഡംബര വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ധാരാളം പണം ചെലവഴിക്കേണ്ട അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കുടുംബവുമൊത്ത് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കുമൊക്കെ സമയം കണ്ടെത്തുന്നതാണ്. പൊതുവെ എല്ലാ തരത്തിലും സമാധാനം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. ക്ഷേത്ര ദർശനം നടത്തി ലക്ഷ്മി ദേവിക്കും ശുക്രനും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ലക്ഷ്മി മന്ത്രങ്ങളും ശുക്രമന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ പോയി കാണൂ. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. നമസ്കാരം.